ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ആർ.കെ. നാരായണൻ്റെ ഫാദേഴ്സ് ഹെൽപ്പ് എന്നുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. പേജ് നമ്പർ 147. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആർ.കെ. നാരായൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് പേജ് നമ്പർ 147 ഉണ്ട്. രാശിപുരം കൃഷ്ണസ്വാമി അയ്യർ നാരായണസ്വാമി, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. അദ്ദേഹത്തിൻ്റെ നോവൽസ് എല്ലാം മാൽഗുഡി എന്ന് പറയുന്ന ഒരു സൗത്ത് ഇന്ത്യൻ ഫിക്ഷണൽ ടൗണിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരു ടൗൺ ഇല്ല, അതൊരു ഫിക്ഷണൽ ടൗൺ ആണ്. പക്ഷേ ഓൾമോസ്റ്റ് ഓൾ ദി നോവൽസ് എന്ന് പറയും, എല്ലാ നോവൽസും അദ്ദേഹത്തിൻ്റെ നോവൽസ് ഫുള്ള് എവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്? മാൽഗുഡി എന്നുള്ള ടൗണിലാണ്. ആൻഡ് അതൊരു സൗത്ത് ഇന്ത്യൻ ടൗൺ ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവൽ എന്ന് പറയുന്നത് സ്വാമി ആൻഡ് ഫ്രണ്ട്സ് ആണ്, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1935. സോ ഇദ്ദേഹത്തിനെ പോലെ തന്നെ വേറെയും റൈറ്റേഴ്സ് കുറേ ഫിക്ഷണൽ ടൗൺ ഒക്കെ സെറ്റ് ചെയ്ത് അവരുടെ നോവൽസും ഷോർട്ട് സ്റ്റോറീസും വർക്ക്സ് ഒക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് തോമസ് ഹാർഡിയാണ്. അദ്ദേഹത്തിന്റെ നോവൽസിനെ വെസെക്സ് നോവൽസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഓൾമോസ്റ്റ് ഓൾ ദ നോവൽസ് എന്ന് പറയുന്നത് ആ സെറ്റ് ഇൻ എ പ്ലേസ് നെയിംഡ് വെസെക്സ്. അതുപോലെ തന്നെ വേറൊരു റൈറ്ററാണ് വില്യം ഫോക്നർ. വില്യം ഫോക്നറിന്റെ നോവൽസും യോക്നപ്പട്ടാഫ എന്നുള്ള സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത്. ഫുള്ള് പേജ് നമ്പർ 147 കിടപ്പുണ്ട് കേട്ടോ, വില്യം ഫോക്നറിന്റെ കാര്യമൊക്കെ. സോ നമുക്ക് പഠിക്കാനുള്ള ഫാദേഴ്സ് ഹെൽപ്പ് എന്നുള്ള ഈ ഒരു എക്സെപ്റ്റ് എന്ന് പറയുന്നത് ആർ.കെ. നാരായണന്റെ സ്റ്റോറി ബുക്കായിട്ടുള്ള മാൽഗുഡി ഡേയ്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ദ സ്റ്റോറി ഇസ് അബൌട്ട് എ യങ് ബോയ് നെയ്മഡ് സ്വാമി. സ്വാമിയെ കുറിച്ചാണ്. സ്വാമി എന്നുള്ള ഒരു കഥാപാത്രം, ഒരു ബോയ് ആണ് നമ്മുടെ മാൽഗുഡി ഡേയ്സിലെ മെയിൻ കഥാപാത്രം എന്ന് പറഞ്ഞ സ്വാമി. അത് സ്വാമി എന്താണ്, അതായത് സ്കൂളിലൊന്നും പോകാൻ താല്പര്യപ്പെടാത്ത ഒരു കുട്ടിയാണ്. എപ്പോഴും വയ്യ എന്നൊക്കെ പറഞ്ഞതുപോലെ അമ്മയുടെ ഫേവറൊക്കെ ഇങ്ങനെ കിട്ടി, അച്ഛൻ്റെ തല്ലൊക്കെ കിട്ടി, ഫോഴ്സ്ഫുൾ ആയിട്ട് സ്കൂളിൽ പോകുന്നൊരു പയ്യനാണ്. ആവശ്യമില്ലാതെ സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്റ്റോറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സ്വാമി. അങ്ങനെ ഒരു സ്റ്റോറി ഇയാൾക്ക് തന്നെ വിനയായി. സോ ആ ഒരു സ്റ്റോറി ബാക്ക് ഫയർ ചെയ്തു. ആ ഒരു സ്റ്റോറിയെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്, ഫാദേഴ്സ് ഹെൽപ്പ്. ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത് ഐറോണിക്കലാണ്. കാരണം സ്വാമി എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാമിക്കൊരു സ്കൂളിൽ പോകാൻ വയ്യാത്തതുകൊണ്ട് സ്വാമിക്ക് എന്താ പറയുക, ഒരു സാമുവൽ എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്. ഇപ്പം സാമുവലിനെ സ്വാമിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സാമുവൽ എന്നുള്ള ആ ടീച്ചറിനെ കുറിച്ച് സ്വാമി അച്ഛൻ്റെ അടുത്ത് ഇല്ലാ കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കി, അതായത് അയാൾ എപ്പോഴും അടിക്കും എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി സ്വാമിയുടെ അച്ഛന് ദേഷ്യം വന്ന് പ്രിൻസിപ്പളിനൊരു കത്ത് കൊടുക്കും. അതായത് സാമുവൽ എന്നുള്ള ഈ ഒരു സാറ് എൻ്റെ മോനെ ഒരുപാട് അടിക്കുന്നു, ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാമിക്ക് പക്ഷെ എന്ത് ചെയ്യും, വിഷമമാവും. കാരണം ഇല്ലാ കഥ ഉണ്ടാക്കി കള്ളം പറഞ്ഞ് ഒരു കഥ ഉണ്ടാക്കിയതല്ലേ. അപ്പം എന്ത് ചെയ്യും, സ്വാമി വിഷമം വന്ന് ചെയ്തത് കുറ്റബോധമാണെന്ന് അറിഞ്ഞതുകൊണ്ട് സാമുവലിന്റെ കയ്യിൽ നിന്ന് മനഃപൂർവ്വം അടി മേടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, കുരുത്തക്കേടും ബഹളമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ സാമുവൽ ഒരുപാട് എടുത്തിട്ട് അടിച്ചു. അപ്പൊ ഈ ലെറ്റർ കൊണ്ട് കാണിക്കാൻ വേണ്ടി ചെന്നപ്പോൾ പ്രിൻസിപ്പൾ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഇവൻ ലെറ്റർ കൊണ്ട് പോവും പ്രിൻസിപ്പളിന്റെ അടുത്ത്. പ്രിൻസിപ്പൾ പക്ഷേ ഒരാഴ്ച ലീവാണ്. അതുകൊണ്ട് വൈസ് പ്രിൻസിപ്പൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ഇൻ ചാർജ് ആയിട്ടുള്ള സാമുവലിന്റെ കയ്യിൽ ലെറ്റർ കൊടുക്കാൻ അറ്റൻഡന്റ് പറയും. അപ്പോൾ എന്താണ്, കംപ്ലൈന്റ് ലെറ്റർ സാമുവലിന്റെ എതിരെയുള്ളത് സാമുവലിന് അതിന് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. സ്വാമി എന്ത് ചെയ്യും, അത് തിരിച്ച് കൊണ്ടുവരും വീട്ടിലോട്ട്. അപ്പോൾ അച്ഛൻ ചോദിക്കും പ്രിൻസിപ്പളിന് ലെറ്റർ കൊടുത്തോന്ന്. അപ്പോൾ സ്വാമി എന്ത് ചെയ്യും, കൊടുത്തില്ലെന്ന് പറയും. അപ്പോൾ അച്ഛൻ എന്താ പറയുന്നത്, സാമുവലിന്റെ കയ്യിൽ നിന്ന് നിനക്ക് അടി കിട്ടിയത് നന്നായി, നിനക്ക് അങ്ങനെ തന്നെ വേണം. ഇത്രയേ ഉള്ളൂ സംഭവം. സ്റ്റോറി ഇതാണ്. അപ്പം ഫാദേഴ്സ് ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു ഐറോണിക്കൽ ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. കാരണം സ്വാമി സ്ട്രിക്റ്റ് ആൻഡ് ഡിസിപ്ലിൻഡ് ആണ് ഫാദർ, സ്വാമിയുടെ അച്ഛൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് എന്താ പറയുക, ഈ ഒരു സ്ട്രിക്ട്നെസ് ഉണ്ടല്ലോ, അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കള്ളത്തരം പറഞ്ഞ് സ്വാമി ചെന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, അങ്ങനെ ഒരാളെ ടീച്ചർ ഉപദ്രവിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ ലെറ്റർ അങ്ങ് എഴുതി തന്നു അല്ലേ, കംപ്ലൈന്റ് ലെറ്റർ എഴുതി തന്നു സ്വാമിയുടെ അതായത് സ്വാമിയെ മാത്രം ട്രസ്റ്റ് ചെയ്ത്. അപ്പോൾ അത് വെച്ചിട്ട് സ്വാമി വീണ്ടും പോയപ്പോൾ സ്വാമിക്ക് ഒരു കുറ്റബോധമായി. മനഃപൂർവ്വം അടി മേടിച്ചിട്ട് മറ്റേ ആൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ പ്രിൻസിപ്പളിന്റെ അടുത്ത് കംപ്ലൈന്റ് ലെറ്ററുമായിട്ട് പോയി. അപ്പോൾ കുറച്ച് മീനിങ് ഫുൾ ആയല്ലോ ഈ ലെറ്റർ കൊണ്ടുപോയതിൽ. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും സ്വാമിയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് സ്വാമിക്ക് വീണ്ടും വഴക്കാണ് കിട്ടിയത്. അപ്പോൾ അച്ഛൻ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഹെൽപ്പ് എന്താണ്, ശരിക്കും പറഞ്ഞാൽ എന്താണ്, വെറുതെ ആയിട്ട് എന്തായാലും കംപ്ലൈന്റ് ലെറ്റർ കൊടുക്കേണ്ടി വന്നില്ല. അടിയും മേടിച്ചിട്ടാണ് കംപ്ലൈന്റ് ലെറ്ററുമായിട്ട് തിരിച്ച് വീട്ടിൽ വന്നത്. അപ്പോൾ എന്തായാലും കിട്ടേണ്ട അടിയാണെന്ന് സ്വാമിയുടെ അച്ഛൻ ദേഷ്യം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പിന്നെ ഫാദേഴ്സ് ഹെൽപ്പ് എന്നുള്ളൊരു ടൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പേജ് നമ്പർ 150
കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കുമേ. പിന്നെ സ്വാമിയുടെ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ WT ശ്രീനിവാസൻ എന്നാണ് സ്വാമിയുടെ അച്ഛൻ്റെ പേര്. ഒരു വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്, കോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ സ്വാമിക്ക് വളരെ പേടിയാണ് അച്ഛനെ, പക്ഷേ ചില സമയത്ത് അദ്ദേഹം ഹെൽപ്പും സപ്പോർട്ടും ആവാറുണ്ട്. സ്റ്റഡീസിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് സ്വാമിയുടെ അച്ഛനാണ്. ആൻഡ് സ്റ്റഡി സ്പേസും റൂമും അതെല്ലാം ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഹോംവർക്ക് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് സ്വാമിയുടെ അച്ഛനാണ്. സ്വാമിയുടെ അമ്മ എന്ന് പറയുന്ന ഒരു മൈൽഡ് വുമണാണ്, അതായത് നമ്മളെല്ലാം ഒരു ലീനിയൻ്റ് ആയിട്ടുള്ളൊരു ജനറസ് വുമണാണ്. ആൻഡ് ഫാമിലിയുടെ കാര്യങ്ങൾ, ഹൗസ് ഹോൾഡ് കാര്യങ്ങൾ എല്ലാം ഡ്യൂട്ടീസ് നോക്കുന്ന അമ്മയാണ്. സ്വാമിയെ വളരെയധികം ഇഷ്ടമാണ്, സ്വാമിക്ക് തിരിച്ചു അങ്ങോട്ട് തന്നെ അങ്ങനെയാണ്. പിന്നെന്താണ്, അമ്മയാണ് ഹൗസിന്റെ കാര്യങ്ങൾ. ഇമോഷണൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് സ്വാമി എന്ന് പറയുന്നത്. സ്വാമിയുടെ ബ്രദറിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്വാമിയുടെ ബ്രദറിന്റെ പേരൊന്നും പറയുന്നില്ല, ബേബി ബ്രദറാണ്. സ്റ്റോറി പകുതിയാകുമ്പോഴാണ് സ്വാമിയുടെ ബ്രദർ ബോൺ ആവുന്നത്. ആൻഡ് ആദ്യം തന്നെ എന്താ പറയുക, ഒരു പിന്നെ വളരെയധികം ഇമോഷണൽ അറ്റാച്ച്മെന്റ് ബ്രദറുമായിട്ട് വരുന്നുണ്ട് സ്വാമിക്ക്. ആൻഡ് വലിയ റോളൊന്നും ഇല്ല, മേജർ റോളൊന്നും ഇല്ല ഈ സ്റ്റോറിക്കകത്ത്. ദെൻ വാട്ട് ഇസ് ദ തീം ഓഫ് ദ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണസ്റ്റി ആൻഡ് ഫിയർ ആണ് ഇതിനകത്ത് തീം എന്ന് പറയുന്നത്. അതായത് സ്കൂളിൽ പോകാൻ വയ്യാത്തത് കൊണ്ട് സാർ അടിക്കുന്നു എന്ന് പറഞ്ഞൊരു കള്ള ലെറ്റർ വാങ്ങിയിട്ടാണ് ഇവൻ പോകുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവന് കുറ്റബോധം വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവൻ അടി മേടിച്ചിട്ട് ലെറ്ററുമായിട്ട് പ്രിൻസിപ്പൾ അടുത്ത് പോകുമ്പോൾ പ്രിൻസിപ്പൾ അവിടെ ഇല്ല. അപ്പോൾ ആ ഒരു ചൈൽഡിന്റെ മൈൻഡ് എങ്ങനെയാണ് ട്രിക്ക്, അതായത് ഇങ്ങനെയുള്ള ട്രിക്സ് ഒക്കെ കാണിക്കുന്നത്, ഡ്യൂട്ടിയിൽ നിന്ന് മാറിപ്പോവാൻ, അതായത് പഠിക്കുന്നതിൽ നിന്ന് പഠിക്കേണ്ട അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിൽ നിന്ന് മാറിപ്പോവാൻ എങ്ങനെയാണ് ഒരു ചൈൽഡ് ട്രിക്ക് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പേരൻസും ചിൽഡ്രനും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അതുപോലെ തന്നെയാണ് ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചുമാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. സ്വാമിയുടെ പേരൻസ് വൈസ് ആണ് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് സ്വാമിയുടെ പേരൻസ് എന്ന് പറയുന്നത് വൈസ്? ബിക്കോസ് എന്തുകൊണ്ടാണ്, സ്വാമി വളരെ ഇൻകോമ്പീറ്റന്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, വളരെ വീക്ക് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആണ്. സോ സ്വാമിയുടെ അച്ഛനും അമ്മയ്ക്കും നല്ലപോലെ അറിയാം എന്താണ് ഇയാള് തലവേദനയാണെന്ന് സ്വാമി. അപ്പോൾ ഫാദർ ഈ ഒരു കംപ്ലൈന്റ് കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ ആദ്യമേ കളിയാക്കുന്നുണ്ട്, അതായത് സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്നുണ്ട്, ഓ പിന്നെ നീ എന്തായാലും ഞായറാഴ്ചകളിൽ ഫുള്ള് വെയിലും കൊണ്ട് നടക്കുവാണല്ലോ, പിന്നെന്താ നിനക്ക് ഒരു 5 ദിവസം ഇങ്ങനെ സ്കൂളിൽ പോയാൽ എന്താ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഐറണി എന്താണ് ഈ ഒരു സ്റ്റോറിയിലെ പേജ് നമ്പർ 152 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഐറണി എന്ന് പറയുന്നത് സ്വാമി വളരെ നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട് ഹാർഡായിട്ട്, അതായത് പിന്നെ ഈ സാമുവലിനെ കൊണ്ട് അടുപ്പിക്കാൻ വേണ്ടി സ്വാമി ശരിക്കും പറഞ്ഞ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. അതായത് ഒരു പിന്നെ കുറേ കുറ്റങ്ങളൊക്കെ കാണിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമുവൽ തിരിച്ചടിക്കുന്നത്. അപ്പം അതാണ് അവിടുത്തെ ഐറണി എന്ന് പറയുന്നത്. ഇയാളെ പേടിച്ചിട്ടാണ് ഇവൻ സ്കൂളിൽ പോവാത്തതും, പക്ഷെ അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, ഇയാളുടെ കയ്യിൽ നിന്ന് മനഃപൂർവ്വം ഫോഴ്സ്ഫുൾ ആയിട്ട് ഇവൻ അടി മേടിച്ച് കംപ്ലൈന്റ് ലെറ്റർ കൊടുക്കുന്നുമുണ്ട്. അപ്പം അതാണ് ഇവിടുത്തെ ഐറണി എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു എസ്സേ ആണ്. ടോപ്പിക് ഓഫ് വയലൻസ് അറ്റ് സ്കൂൾ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. അതായത് പിന്നെ എന്തുകൊണ്ടാണ് സ്വാമിക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാത്ത കാരണം സാമുവൽ ഇതുപോലെ അടിക്കുന്നത് കൊണ്ട്. പക്ഷെ ആ ദിവസം കംപ്ലൈന്റ് ലെറ്ററുമായിട്ട് വന്ന ദിവസം സാമുവൽ നല്ല സ്നേഹത്തോടെ പെരുമാറി. അത് കണ്ടപ്പോൾ നമ്മുടെ സ്വാമിക്ക് ദേഷ്യം വന്നു, അല്ലെങ്കിൽ സങ്കടം വന്നു. അതുകൊണ്ട് മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു, തിരിച്ചടി മേടിച്ചു. എന്നിട്ട് ലെറ്റർ കൊടുക്കാൻ വേണ്ടി പോയി. വെറുതെ കള്ളത്തരം പറഞ്ഞ് ലെറ്റർ കൊടുക്കുന്നതിലും ഭേദം അടി മേടിച്ചിട്ട് കൊടുക്കുന്നതാണല്ലോ, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെ ഓക്കെ, അതാണ് ആ സ്റ്റോറി എന്ന് പറയുന്നത്. ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, പിന്നെ ജസ്റ്റ് ഒരു കഥ മാത്രം അറിഞ്ഞിരുന്നാൽ മതി.